ഹലോ ഗുഡ് മോർണിംഗ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് അമ്മയായ ദിവസം, അതായത് എൻ്റെ നന്ദൂട്ടീൻ്റെ ബർത്ത്ഡേ. ജൂൺ 9 എൻ്റെ നന്ദൂട്ടീൻ്റെ ബർത്ത്ഡേ. മഴയായതുകൊണ്ട് തന്നെ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് തന്നെ സ്കൂളിൽ പോകണ്ട. അതുകൊണ്ട് രാവിലെ നല്ല ഉറക്കമാണ് രണ്ടാളും. പക്ഷേ ബർത്ത്ഡേ ആയിട്ട് അമ്പലത്തിൽ പോകണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ച് എണീപ്പിക്കുവാണ് കേട്ടോ. സ്കൂളുണ്ടെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എണീറ്റ് രാവിലെ അമ്പലത്തിൽ പോയി വരണം എന്നെല്ലാം വിചാരിച്ചതാണ്. അപ്പോൾ എന്തായാലും ഞാനിതാ നന്ദുവിനെ വിളിച്ച് എണീപ്പിച്ച് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ഞാൻ കറക്റ്റ് 12 മണിക്ക് തന്നെ നന്ദുവിനെ വിളിച്ച് എണീപ്പിച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ട് വീണ്ടും കിടന്നതാണ്. പക്ഷെ അന്നേരമൊക്കെ വലിയ ബോധമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ വിഷെല്ലാം ചെയ്തു എണീക്കാൻ പറഞ്ഞു. അങ്ങനെ ഇതാ ഒരു ചെറിയൊരു മടിയോടുകൂടി എണീറ്റിട്ടുണ്ട്. എന്നാലും ബർത്ത്ഡേ അല്ലേ, അമ്പലത്തിൽ പോകാനെല്ലാം ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ വേഗം തന്നെ എണീറ്റു. പിന്നെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 2 മിനിറ്റ് ഇതാ ഇതുപോലെ ഒന്ന് ഇരിക്കണം, അല്ലെങ്കിൽ ഇറയത്ത് പോയിട്ട് കസേരയിലൊന്ന് ഇരിക്കണം. അതാണ് ഇവരെ ശീലം. ഞാൻ എന്നിട്ട് പറയും, ഇങ്ങനെയാണെങ്കിൽ കുറച്ച് നേരത്തെ എണീക്കണം ഇതുപോലെ ഇരിക്കണമെങ്കിൽ എന്ന്. അങ്ങനെ എന്തായാലും ഇതാ വേഗം എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നും കൂടി ഇതാ വിഷ് ചെയ്തൊരു ഉമ്മയെല്ലാം കൊടുത്തിട്ടുണ്ട്. പ്രതിയേട്ടനാണെങ്കിൽ രാവിലെ മുതലേ എണീറ്റോ നോക്കി നടക്കുന്നുണ്ട് വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എണീപ്പിച്ച് വിഷ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എണീക്കുന്നവരെ കാത്തു നിന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ വന്ന് വിഷ് ചെയ്തിട്ട് പോയി. അതാണെങ്കിൽ എനിക്ക് വീഡിയോയിൽ കിട്ടിയിട്ടുമില്ല. പിന്നെ ഞാൻ വേഗം ഇതാ ദേവൂട്ടീനെ വിളിച്ച് എണീപ്പിച്ചു. ദേവൂട്ടീനെ എണീപ്പിക്കാനാണ് ഏറ്റവും വലിയ പണി. എന്തായാലും ദേവൂട്ടീനെ എണീപ്പിച്ചു. അങ്ങനെ ദേവൂട്ടി ഇത് എണീറ്റ് ഏച്ചിയോട് ഹാപ്പി ബർത്ത്ഡേ എല്ലാം പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ വേഗം ഇതാ നന്ദൂട്ടിക്കുള്ള ഗിഫ്റ്റെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നന്ദൂട്ടിക്ക് വാങ്ങിയ ബർത്ത്ഡേ ഗിഫ്റ്റ്. ഡ്രസ്സാണ് കേട്ടോ. ഇതാണെങ്കിൽ ഓളൊന്ന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഞാനിതാ കുളിച്ചിട്ട് വേണം പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ദേവ് കൊടുത്തത് നമ്മളെ പാപ്പൻ്റെയും മേമേൻ്റെയും ഇദ്ദുവിൻ്റെയും സാർത്തുവിൻ്റെയും എല്ലാം വകയിലെ ഗിഫ്റ്റാണ് കേട്ടോ. ആദ്യം കൊടുത്തത് അവരുടെ ഇല്ല, പക്ഷേ ഡ്രസ്സ് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിനി. പിന്നെ ഇത് അച്ഛനും മോളും കൂടെ ഒരു കുഞ്ഞ് ഗിഫ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ അൺബോക്സിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദേവൂട്ടിക്കാണ് കൂടുതൽ ആകാംക്ഷ അതിൻ്റെ അകത്ത് എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ട്. ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ 1-2 കുഞ്ഞി ഐറ്റംസ് ഞാൻ വാങ്ങിയതാണ്. ഒരു മാല, പിന്നെ ഒരു 2-3 ചോക്ലേറ്റ്, 1-2 കമ്മൽ. പിന്നെ മെയിനായിട്ട് നന്ദു എന്നോട് കുറേ നാൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിനി, ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് എനിക്കൊന്നും വാങ്ങിത്തരണ്ട അമ്മ, എനിക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിത്തരുമോയെന്ന്. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്കൊന്നും വാങ്ങിക്കൊടുക്കലില്ല കേട്ടോ. പിന്നെ ഏച്ചി വരുമ്പോൾ ഒരു ലിപ്സ്റ്റിക്ക് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിനി. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ഇവൾ വേഗം റെഡി ആയിട്ട് നമ്മൾ ആ മാളുവിൻ്റെ അടുത്തേക്കാണേ പോവുക ലിപ്സ്റ്റിക്കിടെ. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞാൽ പിള്ളേർക്ക് ഇപ്പോൾ ഇതില്ലാണ്ട് പറ്റൂല എന്നുള്ള അവസ്ഥയാണ്. പക്ഷേ എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. എന്തെങ്കിലും ഒരു പരിപാടി എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിലാണ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് പോവുക കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ചെറിയൊരു ലിപ്സ്റ്റിക്കും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം നമ്മൾ കൊടുത്ത കുഞ്ഞു ഗിഫ്റ്റുകൾ. അങ്ങനെ കുളിച്ച് റെഡി ആകുമ്പോഴത്തേക്ക് ഇത് ഏട്ടനും ചേച്ചിയും ഗിഫ്റ്റും കൊണ്ട് വന്നിട്ടുണ്ട്. വല്യമ്മയുണ്ട് കേട്ടാടാ. അപ്പോൾ വല്യമ്മ ഇതാ നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഗിഫ്റ്റാണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത്. ഒരു സ്കൂൾ ബാഗാണ് കേട്ടോ. ഇവരെ സ്കൂൾ പർച്ചേസിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നന്ദുവിന് ബാഗ് വാങ്ങിയിട്ടുണ്ടായിട്ടില്ല. എനിക്ക് കിട്ടിയൊരു ബാഗാണ് ഞാൻ നന്ദുവിന് കൊടുത്തത്. അതാണെങ്കിൽ ഭയങ്കര വലിയ ബാഗായിപ്പോയി. അതുകൊണ്ട് തന്നെ വല്യമ്മ ഇതൊരു ബാഗാണ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഗിഫ്റ്റെല്ലാം വാങ്ങി വെച്ച് പിന്നെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവാന്നേ. പ്രതിയേട്ടനാണെങ്കിൽ പണിക്ക് പോയി. അപ്പോൾ പ്രതിയേട്ടനോട് ചോദിച്ചു അമ്പലത്തിൽ വരുന്നോ രാവിലെയാണ്. അന്നേരം പറഞ്ഞു വരുന്നില്ല, വേഗം പണിക്ക് പോകണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പ്രതിയേട്ടന് ചായയെല്ലാം കൊടുത്ത് വിട്ടതിന് ശേഷമാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. ദേവൂട്ടീൻ്റെ പുതിയ ഡ്രസ്സാണ് കേട്ടോ. ഞാൻ സ്കൂൾ തുറക്കുന്ന ആ ഒരു ടൈമിൽ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ സ്കൂൾ തുറന്നതിന് ശേഷമാണ് ആ ഡ്രസ്സ് കിട്ടിയത്. അങ്ങനെ പിന്നെ ഞാനത് മാറ്റി വെച്ചു, നന്ദുവിൻ്റെ ബർത്ത്ഡേക്ക് ഇടാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അതിനൊരു സൈഡ് ബാഗെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയെ പൈസ താന്നും പറഞ്ഞിട്ട് രാവിലെ എൻ്റെ പുറകെ നടക്കലായിരുന്നു. അമ്പലത്തിൽ കൊടുക്കേണ്ട പൈസയെല്ലാം ഞാൻ ബാഗിലിട്ടോളാന്നും പറഞ്ഞിട്ട് അങ്ങനെ ബാഗിൽ പൈസ ഇട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ പിന്നെ അങ്ങനെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ പോയി പുഷ്പാഞ്ജലിയെല്ലാം കഴിച്ച് തൊഴുത് വന്നു. പെട്ടെന്ന് തന്നെ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നോക്കുവാണ്. എന്തോ ഭാഗ്യത്തിന് മഴയൊന്നും ഉണ്ടായിട്ടില്ല. കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു മഴയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും മഴയില്ലായിരുന്നു കേട്ടോ. പിന്നെ നന്ദുവിന് ഭയങ്കര വിഷമമായിരുന്നു ലീവായതുകൊണ്ട് തന്നെ. ബർത്ത്ഡേ ആയിട്ട് കളർ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് സ്കൂളിൽ പോകണമെന്ന് നന്ദുവിന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദുവിന് ഇന്ന് ലീവ് വേണ്ടാന്നായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും ലീവ് കൊടുത്തല്ലോ കളക്ടർ. പിന്നെ നേരെ മടപ്പുരക്കലും പോയിട്ട് തൊഴുതിട്ട് വന്നു. അപ്പോഴത്തേക്ക് നമ്മളെ ഇദ്ദൂട്ടനും സാർത്തൂട്ടനും നന്ദുവോട് ബർത്ത്ഡേ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്ദുവിനോട് ബർത്ത്ഡേ വിഷസ് എല്ലാം പറഞ്ഞിട്ട് ഞാനും സാർത്തും കൂടെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കലാണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഇദ്ദൂട്ടനും പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ ചെറുതായിട്ടൊന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ അവരോടെല്ലാം വർത്താനം പറഞ്ഞ് വിശേഷങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്താൻ കാത്തിരുന്നത് പോലെയായിരുന്നു മഴ പെയ്തത്. പിന്നെ കുറച്ച് സമയത്തേക്ക് നല്ല മഴ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം മഴയിൽ നോക്കിയിരുന്നു. പിന്നെ വേഗം പോയി ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് കുട്ടാപ്പീനെ ഞാൻ പീടികയിൽ വിട്ടിട്ട് സാധനമെല്ലാം വാങ്ങിപ്പിച്ചിട്ടുണ്ടായിനെ. അപ്പോൾ പച്ചക്കറിയും പിന്നെ ചിക്കനും ഇതാ കുറച്ച് മുട്ടായി എല്ലാം വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ഇത് ആദ്യം മുട്ടായി വിളിച്ചിട്ട് ഏട്ടൻ തന്നെ നന്ദു കൊണ്ടു കൊടുക്കുന്നുണ്ട്. വൈകുന്നേരത്തേക്കാണ് നമ്മളെ കേക്ക് കട്ടിങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കേക്ക് നമ്മളെ വല്യമ്മേൻ്റെ വകയാണ് കേട്ടോ, അതായത് എൻ്റെ ഏച്ചീൻ്റെ വകയാണ് കേക്ക്. അപ്പോൾ കേക്കെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ ഫുഡ് അച്ചച്ചൻ്റെയും അമ്മമ്മേൻ്റെയും വകയാണ് പയ്യന്നൂരെ. അപ്പോൾ അവർ ഇപ്രാവശ്യം ഡ്രസ്സൊന്നും വാങ്ങിയിട്ടില്ല, എന്തെങ്കിലും ഫുഡ് ആക്കിക്കോന്നും പറഞ്ഞിട്ട് പൈസ അയച്ചിടുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ വൈകുന്നേരം പൊറോട്ടയും ചിക്കൻ വാങ്ങിയിട്ട് ചിക്കൻ കറി ആക്കാനാണ് പ്ലാൻ ചെയ്തത്. അപ്പോഴത്തേക്കാണ് നമ്മളെ കളക്ടർ ലീവ് പ്രഖ്യാപിച്ചത്. പിന്നെ മഴയായതുകൊണ്ട് തന്നെ എനിക്ക് ട്യൂഷനും വെക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് നെയ്ച്ചോറിൻ്റെ അരി ഉണ്ട് അതിനെ മാവേലിയിൽ നിന്ന് വാങ്ങിയത്. അപ്പോൾ അതൊരു ചിക്കൻ ഫ്രൈഡ് റൈസ് പോലെ ആക്കിയാലോ എന്ന് എനിക്കൊരു പ്ലാൻ. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല, അതിന് വേണ്ട ഐറ്റംസും ഒന്നുമില്ല. പിന്നെ ഞാൻ സോസൊന്നും ഇല്ലാണ്ട് നമുക്കില്ല സാധനങ്ങൾ വെച്ചിട്ട് പിന്നെ തട്ടിക്കൂട്ടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ചിക്കനെല്ലാം ഞാൻ വൃത്തിയാക്കി മസാലയെല്ലാം പുരട്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഒരു പരീക്ഷണം പോലെ എന്നുള്ള രീതിയിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, പിള്ളേരെല്ലാവരും അപ്പുറത്തായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഏട്ടത്തിയമ്മ വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ ഏട്ടത്തിയമ്മയും ഹെൽപ്പ് ചെയ്തു. അങ്ങനെ ഞാനിതാ ഫ്രൈഡ് റൈസ് ആക്കിയിട്ടുണ്ട്. ചിക്കനെല്ലാം പേരിന് കാണാൻ പോലും ഇല്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നില്ലേ, അപ്പോൾ അത് വിജയിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ സാധനങ്ങൾ വേസ്റ്റായി പോകില്ലേ. അതുകൊണ്ടെല്ലാം ഞാൻ കുറച്ച് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അങ്ങനെ നമ്മളെ ആവി പറക്കുന്ന ഫ്രൈഡ് റൈസും പപ്പടവും സലാഡും പിന്നെ ചിക്കൻ്റെ പാർട്സ് ഞാനിങ്ങനെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം സെറ്റാക്കിയിട്ട് ഞങ്ങളിത് ചൂടോടെ കഴിക്കുവാണ്. അപ്പോൾ ഞാനും ഏട്ടത്തിയമ്മയും കൂടെ ഇവരെ കൂടി ഇരുന്നു, വേറെ ആരും ഇല്ല കേട്ടോ. പിന്നെ നമ്മൾ ഇദ്ദൂട്ടനും സാർത്തൂട്ടനും അവരെല്ലാം കൂത്തുപറമ്പിലാണ് ഉള്ളത്. പ്രതിയാട്ടം പണിക്ക് പോയി, പിന്നെ അമ്മയും പണിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഇനി ചിക്കൻ കറിക്കുള്ള എല്ലാം റെഡിയാക്കി തന്നിട്ട് ഏട്ടത്തിയമ്മ ഇത് അപ്പുറത്തേക്ക് പോയി വീട്ടിലേക്ക്. നന്ദു ആണെങ്കിൽ എന്തോ എഴുതുകയോ പഠിക്കുകയോ എന്തോ ചെയ്യുന്നുണ്ട്, എന്തോ ഹോംവർക്ക് ചെയ്യാനുണ്ട് എന്നും പറഞ്ഞിട്ട് നന്ദു അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. തലേ ദിവസം ചെയ്യാനിരുന്നേരാന്ന് ലീവ് പ്രഖ്യാപിച്ചത്. അങ്ങനെ പിന്നെ അതവിടെ പൂട്ടിക്കെട്ടി വെച്ചിട്ട് ഇന്നാണ് കേട്ടോ എല്ലാം എടുത്തിട്ട് ഹോംവർക്ക് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാൻ നേരെ പോകുന്നത് എന്താ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ദേവൂട്ടി ആണെങ്കിൽ ഒരു ഷാളെല്ലാം എടുത്ത് സാരിയും ചുറ്റിയിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വേഗം ചിക്കൻ കറിയും കൂടി ആക്കിയിട്ട് എന്നെ റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. വേഗം വേഗം പണികളെല്ലാം ഒരുക്കി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വെറുതെ ഇരിക്കാമല്ലോ. അങ്ങനെ ഉച്ചക്ക് തന്നെ ഞാൻ വേഗം ഇതാ ചിക്കൻ കറി വെക്കുന്നുണ്ട്. തേങ്ങ വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നത്. പിന്നെ പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിക്കും. അങ്ങനെ നമ്മളെ കറിയുടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മളെ കേക്കും കൊണ്ട് രമ്യേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രമ്യേച്ചി കേക്കെല്ലാം തന്നിട്ട് പോയി. അപ്പോൾ നമ്മളെ കേക്കെല്ലാം കിട്ടി, ഞാനത് നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചേ. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഇത് അച്ഛൻ്റെ വക ഗിഫ്റ്റെല്ലാം കിട്ടിയിട്ടുണ്ട് നന്ദുവിന്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഇതായിരുന്നു കേട്ടോ കേക്ക്. നന്ദു ആദ്യമായിട്ടാണ് ഒരു കേക്ക് എനിക്ക് ഇങ്ങനത്തെ കേക്ക് ആക്കി തരുമോ എന്ന് എന്നോട് ചോദിച്ചിട്ടുള്ളത്. അല്ലാത്ത പ്രാവശ്യമല്ല, നമ്മൾ ഇതുവരെ എല്ലാം എൻ്റെ ഒരു ഇഷ്ടത്തിന് അങ്ങനെയല്ല, നമ്മൾ സാധാ ബേക്കറിയിൽ നിന്ന് വൈറ്റ് ഫോറസ്റ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റ് അങ്ങനത്തെ കേക്കെല്ലാം ഓർഡർ ചെയ്യലുണ്ടായിന്. അപ്പോൾ ഇപ്രാവശ്യം ഈ ഒരു ഫോട്ടോ കാണിച്ചിട്ട് നന്ദു എന്നോട് ചോദിച്ചു ഇതാക്കി തരുമോയെന്ന്. അപ്പോൾ കേക്കിൻ്റെ സ്പോൺസർ വല്യമ്മ ആയതുകൊണ്ട് തന്നെ വല്യമ്മ പറഞ്ഞു ഓക്ക് ഇഷ്ടപ്പെട്ടതാക്കിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ പറഞ്ഞാക്കിച്ചതാണ്. ഈ ഒരു ബ്ലാക്ക് തീമാണ്, വൈറ്റും ബ്ലാക്കുമാണ് പറഞ്ഞിട്ടുണ്ടായത്. പക്ഷെ അവർക്ക് ബ്ലാക്ക് കിട്ടാത്തതുകൊണ്ട് പിങ്ക് ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പിങ്ക് ചെയ്തതാണ്. അപ്പോൾ കേക്കെല്ലാം നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. നന്ദു ഇപ്പോൾ ഇട്ട ഈ ഡ്രസ്സാണ് പാപ്പനും മേമയും നന്ദുവിന് ഇങ്ങോട്ടേക്ക് ഓർഡർ ചെയ്ത് കൊടുത്ത ഡ്രസ്സ് കേട്ടോ, ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ അത് വല്യമ്മേരെ അടുത്ത് കൊണ്ടുപോയി ഷേപ്പാക്കി വൈകുന്നേരത്തെ കേക്ക് കട്ടിങ്ങിന് നന്ദു അതാണ് ഇട്ടിട്ടുണ്ടായിന്. ബർത്ത്ഡേക്ക് കൂടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഓരോരാളും ഓരോ സ്ഥലത്തിരുന്നിട്ടും നന്ദുവിന് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നന്ദുവിനെ ഹാപ്പിയാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ, നമ്മളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാനും പൃഥ്വിയേട്ടനും മാത്രമല്ല നമ്മളെ ഫാമിലി ഫുള്ള്, അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരും ഇവിടെ ഇല്ലെങ്കിലും എല്ലാവരും ഓരോ സ്ഥലത്തിരുന്നിട്ടായാലും ഓക്ക് വേണ്ട ഓരോ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ട് ഓളെ ഒരുപാട് ഹാപ്പി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കായാലും അങ്ങനെ ഒരുപാട് നിർബന്ധങ്ങളോ വാശിയോ ആഗ്രഹങ്ങളോ ഉള്ളൊരു കൂട്ടത്തിലല്ല നന്ദു. ആദ്യമായിട്ടാണ് ഒരു കേക്കിൻ്റെ ആയാൽ പോലും എന്നോട് ഇങ്ങനെ പറഞ്ഞത്. അതും എനിക്ക് ഇന്നത് വേണം എന്നുള്ളൊരു അങ്ങനെ ഒരു നിർബന്ധം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ഫോട്ടോ ഇങ്ങനെ കേക്കിൻ്റെ ഫോട്ടോസ് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കുറച്ച് ഫോട്ടോസ് കാണിച്ചു കൊടുത്തു. അന്നേരം പറഞ്ഞു എനിക്ക് ഇതുപോലെ ആക്കി തരുമോ അമ്മയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞ് അങ്ങനെ ആക്കി കൊടുത്തു കേട്ടോ.
അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവമാണ് നന്ദുവിൻ്റെ. നമ്മളെ സാഹചര്യം എന്താണോ അതനുസരിച്ച് പെരുമാറുന്ന ഒരു കുട്ടിയാണ് കേട്ടോ നന്ദു. അതുകൊണ്ട് തന്നെ നമുക്കും ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ പിന്നെ ഇതാ കേക്ക് കട്ട് ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കുവാണ്. പ്രതിയായിട്ടാണ് എപ്പോഴും നമ്മളെ കേക്ക് കട്ടിങ്ങിൻ്റെ ആൾ. പിന്നെ കട്ട് ചെയ്ത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ നമ്മളെ കുഞ്ഞ് ബർത്ത്ഡേ സെലിബ്രേഷൻ. പിന്നെ പ്രതിയാട്ടം വരുമ്പം പൊറോട്ട വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിന്. പിന്നെ ഞാൻ ഉച്ചയ്ക്ക് ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, നല്ല വറുത്തരച്ച ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പൊറോട്ടയും ചിക്കൻ കറിയെല്ലാം കഴിച്ചു. പിന്നെ ഉച്ചക്കത്തത് പറയാൻ വിട്ടുപോയി. ആദ്യമായിട്ട് ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് ഫ്രൈഡ് റൈസ് ആയാലും ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ സോസോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ല. അത് ഒഴിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ക്യാരറ്റ് മാത്രമേ അതിൽ വെജിറ്റബിൾസ് ആയിട്ട് ഇടാനുണ്ടായിട്ടുള്ളൂ. ബീൻസോ അങ്ങനെയുള്ളതൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് തട്ടിക്കൂട്ടി ആക്കിയതായാലും സൂപ്പറായിരുന്നു. അപ്പോൾ ഫുഡെല്ലാം കഴിച്ച് ഞാൻ വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ 2 മക്കളും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, വേഗം കിടന്നുറങ്ങി. അവർ ഫുഡ് കഴിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു, സന്തോഷമുള്ളൊരു വ്ളോഗാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ഒരു വിശേഷം. നന്ദുവിൻ്റെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വ്ളോഗാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളെ ചാനൽ, നമ്മളെ വീഡിയോ കാണുന്നവരാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം. അപ്പോൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ പഴയ ചാനൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അതിൽ അത്യാവശ്യം ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബേഴ്സ് കുറവായിരുന്നു, എന്നാലും എനിക്ക് ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു അതിൽ വീഡിയോസ് അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേണ്ട ഇനി തുടങ്ങുന്നില്ല എന്നെല്ലാം വിചാരിച്ച് നിന്നെയാണ്. പിന്നെയും ഇതുപോലെയുള്ള ഓരോ ദിവസങ്ങളെല്ലാം വരുമ്പോൾ നമ്മളത് ഇതിൽ പോസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കും പിന്നെ അതൊരു മെമ്മറിയാണ്, കുറേ നാൾ കഴിഞ്ഞിട്ട് കാണാൻ വേണ്ടിയിട്ടൊരു ഇതാണ്. അതുപോലെ തന്നെ നമ്മളെ വിശേഷങ്ങൾ നിങ്ങളിലേക്കും കൂടെ എത്തിക്കുക എന്ന് പറയുമ്പോൾ അതും ഒരു സന്തോഷമാണ്. ഇപ്പോൾ ഒരു ഫാമിലി പോലെ നമുക്കറിയാത്തവരും അറിയുന്നവരും എല്ലാവരും നമ്മളെ വീഡിയോ കാണുന്നുണ്ടല്ലേ. അപ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ വീഡിയോസ് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.